അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ്ട നമ്മുടെ ലൂസ് പാൻറ്റ്, ഞുറു വെച്ചുള്ള പ്ലേറ്റ് വെച്ചുള്ള ലൂസ് പാൻറ്റാണ് തയ്ക്കാൻ. കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പം നമ്മൾ ആദ്യം തുണി നമ്മൾ ആദ്യമേ മുറിച്ചുകൊണ്ട് വരുമ്പോഴേ നമ്മൾ നോക്കണം എത്ര മീറ്റർ ഉണ്ട്. ആര് തയ്ക്കാൻ കൊണ്ടുവന്നാലും നോക്കണം എത്ര മീറ്റർ ഉണ്ട്. അതാണ്ട് 2 മീറ്ററാണ്. മടക്കി ഇട്ടതിന് ശേഷമാണ് ഓരോ മീറ്റർ വീണതാണ് ഞാൻ നോക്കിയത്. അപ്പം 2 മീറ്റർ കറക്റ്റ് ഉണ്ട്. 2 മീറ്റർ വേണം ഈ പാൻറ്റിന് ഇറക്കം. അതിനുശേഷം തുണിയെ രണ്ടായിട്ട് വീതി രണ്ടും കൂടെ മടക്കി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ അങ്ങ് മടക്കുക. ചീത്തവശം ഉണ്ടെങ്കിൽ ചീത്തവശം ആക്കാൻ വേണ്ടി ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേമാതിരി ഇതിപ്പോൾ ഇത് ഒരേ മാതിരി കിടക്കുക. അപ്പോൾ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വെളിയിൽ വരണമെങ്കിൽ ചീത്തവശം, ഗ്ലേസിംഗ് ഇല്ലാത്ത ഭാഗം ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാവും കണ്ടുപിടിക്കാനും. ഇത് രണ്ടും ഒരേ മാതിരി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇത് ബുദ്ധിമുട്ടില്ല. ഇത് ചീത്തവശം കണ്ടുപിടിക്കാൻ അല്ല ഒരേ മാതിരി ഇരിക്കുക. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് തുണി ഫ്രണ്ടും ബാക്കുമായിട്ട്, ഫ്രണ്ടല്ല 2 കാലും ഒരേ മടക്കിയിട്ട് ഇറക്കം ഞാൻ അടിയിൽ നിന്നാണ് മുകളിലോട്ട് പിടിക്കുന്നത്. 30 ഇഞ്ചാണ് ഞാൻ ഇറക്കം എടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം നീളക്കുറവുള്ളതായതുകൊണ്ട് 38 ഇഞ്ചും കൂടെ വേണം. അതിനാണ് 30 എടുക്കുന്നത്. അത് വേസ്റ്റ് ബാൻഡായിട്ട് എടുക്കും, മേളിൽ വള്ളിയുള്ള ഭാഗമായിട്ട്. നമുക്ക് കാലിൻ്റെ എല്ലാം മുകളിലത്തെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വണ്ണം 22 ഇഞ്ചുണ്ട് മടക്കി ഇട്ടതിന് ശേഷം. അപ്പോൾ 44 ഇഞ്ചുണ്ട്. അപ്പോൾ 22ൻ്റെ പകുതി അങ്ങ് എടുക്കണം. അവിടെ ഒരു അടയാളം കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു ഞുറു വെക്കാനുള്ള, പ്ലീറ്റ് വെക്കാനുള്ള അടയാളം. മടക്കി ഇട്ടതിന് ശേഷം 22ൻ്റെ പകുതി 11. ആ 11 അവിടെ അടയാളം ചെയ്യണം. അതിനുശേഷം 10 ഇഞ്ച് അടയാളം ചെയ്യണം. മുകളിൽ 10 ഇഞ്ച് വേസ്റ്റിൻ്റെ ക്രോച്ച് ലെങ്ത്ത്. അങ്ങനെ ഇറക്കം എടുത്ത് ഇനി കാലിൻ്റെ ഭാഗത്തെ വണ്ണം പിടിക്കുകയാണ്. 7 ഇഞ്ചോ 6.5 ഇഞ്ചോ അവരത്തൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി കാലിൻ്റെ വണ്ണം എടുക്കുക. ഇപ്പോൾ 7 ഇഞ്ച് എടുത്തതിന് ശേഷം 1.5 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് അധികം ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം, മടക്കി തയ്ക്കാനും കൂടെ അധികം അടിഭാഗം മടക്കി തയ്ക്കാനും കൂടെ അധികം ഞാൻ ചേർത്താണ് എടുത്തിരിക്കുന്നത്. നീളക്കുറവുള്ള ആളിനായതുകൊണ്ട് 30 ഇഞ്ച് എടുത്ത്, പിന്നെ 38 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച് 28 ഇഞ്ച് മതി. അതുകൊണ്ട് ഞാൻ 30 ഇഞ്ച് എടുത്തത്. ബാക്കിയുള്ളത് വേസ്റ്റ് ബാൻഡിനകത്ത് തുണി വരും. 35 ഇഞ്ച് മതി ഇറക്കം, ഫുൾ ഇറക്കം. വേസ്റ്റ് ബാൻഡും കൂടെ ചേർത്തുള്ള ഇറക്കം 35 മതി. അതിനനുസരിച്ച് നമ്മൾ താഴോട്ടുള്ള പാൻറ്റിൻ്റെ ഇറക്കം കുറച്ചെടുത്താൽ മതി. എന്നിട്ട് സ്കെയിൽ വെച്ചൊന്ന് വരച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് അകത്തോട്ട് വെച്ച് കയറ്റി ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. മുകളിലുള്ള തുണി നമുക്ക് വേസ്റ്റ് ബാൻഡ് വെക്കാനുള്ള തുണി ലാഭത്തിൽ വെട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്യാൻ പോവുക. ഇതിൽ കിടക്കുന്നതാണ് വേസ്റ്റ് ബാൻഡിനുള്ള തുണി. അതുകൊണ്ട് നമുക്ക് ലാഭത്തിൽ തുണി കിട്ടും, അടിയിൽ നിന്ന് മുകളിലോട്ട് എടുത്തത് കൊണ്ട്. ഇനി കട്ട് ചെയ്യാം. ഇപ്പുറത്തെ വശത്ത് നമ്മൾ രണ്ടാമത് വരച്ച വരയെ കൂടെ അങ്ങ് വെട്ടി കൊടുക്കാം. ഈ വശം നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് സെൻറ്റർ, അതിൻ്റെ ആ മടക്കിൻ്റെ സെൻറ്ററും ഒരു നോച്ചിട്ട് കൊടുക്കാം. ഞുറു വെക്കാൻ എളുപ്പമുള്ളത്. ഇനി വേസ്റ്റ് ബാൻഡിൻ്റെ ഇറക്കവും വണ്ണം ഇത് 22 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് വണ്ണം. ഇറക്കം 10 ഇഞ്ച് വേണം നമുക്ക്. കാരണം 8 ഇഞ്ച് മതി. 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അടിയിൽ കിടക്കുന്ന ആ ഇറക്കമുള്ള ഭാഗമാണ് എടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഇപ്പം കട്ടിങ് എല്ലാം കഴിഞ്ഞ് പാൻറ്റിൻ്റെ നമുക്ക് വേസ്റ്റ് ബാൻഡ് ഇത് കട്ടിങ് കഴിഞ്ഞ് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഈ നോച്ചിൽ നിന്നും മറ്റേ നടുക്കൊരു നോച്ചുണ്ട്. ഈ നോച്ചിൽ നിന്ന് ഇങ്ങനെ വെച്ചൊരു ഞുറും ഒന്ന് മടക്കി അതിന് ശേഷം ഓരോ ഇഞ്ച് വീതം, ഞാൻ അത് ഓരോ ഇഞ്ചൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഒരു നോച്ചുണ്ട്, ഇവിടെ ഒരു നോച്ചുണ്ട്. ഒരു നോച്ചിൽ നിന്ന് അങ്ങേ അറ്റം നോച്ച് വരാം. മറ്റേ സൈഡും ഇതേമാതിരി ഒന്ന് മടക്കി വെച്ച് ഓരോ ഇഞ്ച് വെച്ച് മടക്കി വെച്ച് അകത്തോട്ട് വെച്ച് കൊടുത്ത്, ഇത് സൈഡിലെ നമ്മുടെ തുടയുടെ ഭാഗത്തെ സൈഡിലെ വലതേ വശത്തെ ഇടതുവശത്തെ ഞുറുവാണ്. ഒന്നിച്ചല്ല, സൈഡ് ഞുറുവാണ് വെക്കുന്നത്. ഒന്നിച്ചും വെക്കും ഞുറു. ഇത് സൈഡ് ഞുറുവാണ് വെക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഞുറു വെച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം.
അങ്ങനെ താണ്ട തയ്ച്ച് തീർന്ന് അതിൻ്റെ രണ്ട് സൈഡും തയ്ച്ച് 2 കാലും തയ്ച്ച് തീർന്നു. അപ്പം വീഡിയോ എടുത്തപ്പം തിരിഞ്ഞു പോയി എനിക്ക് വീഡിയോ എടുത്തത്. അതാണ് ഇങ്ങനെ ഷോർട്സ് വീഡിയോയുടെ കണക്കായി പോയി വീഡിയോ എടുത്തപ്പം മൊബൈലിനകത്ത് വീഡിയോ എടുത്തപ്പം ആണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ വേസ്റ്റ് ബാൻഡുമായിട്ട് കറക്റ്റ് വെച്ച് നോക്കണം അളവാണോ എന്ന്. കൂടുതലും കുറവും ഉണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ പിന്നെ അഴിച്ചു വിടുക, അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ആ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗം ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലേ ആ സീറ്റിൻ്റെ ഭാഗത്തെ അത് വെച്ച് കൂട്ടി യോജിപ്പിക്കുക. 2 ബാൻഡിൻ്റെ ഓരോ സൈഡ് വെച്ച് കൂട്ടി യോജിപ്പിക്കണം. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇതേമാതിരി കൂട്ടി യോജിപ്പിക്കാം. ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് തയ്ച്ച് തീർന്ന്. സിമ്പിളാണ്, പാൻറ്റ് തയ്ക്കാൻ എളുപ്പ വഴിയാണ്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാം. ഈ വേസ്റ്റ് ബാൻഡ് കറക്റ്റ് അളവിന് പിടിച്ചത് കൊണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ പ്ലീറ്റ് വെച്ച ഭാഗവും കറക്റ്റ് ആയിരിക്കണം. കയറി ഇറക്കം വരുവാണെങ്കിൽ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റിൻ്റെ വശത്ത് തുണി അധികമാണെങ്കിൽ, കൂടുതലാണെങ്കിൽ ആ പ്ലീറ്റ് ഇതാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. അത് കറക്റ്റാക്കി വെച്ച് തയ്ക്കണം. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം. ഇതാണ്ട ഇതിപ്പോൾ കറക്റ്റാണ്. ഒരു ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കണം. പതിച്ച് തയ്ക്കണം. വേണ്ട ഇനി എന്നിട്ട് ഇതിൻ്റെ സൈഡ് മടക്കി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ നൂല് ഇഴഴി പോത്തില്ല. നമുക്ക് മേൽഭാഗം ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് 1/2 ഇഞ്ച് അകത്തോട്ട് ഇട്ടിട്ട് 1 ഇഞ്ച് വെച്ച് വള്ളി തയ്ക്കാനുള്ളതാ മടക്കി തയ്ച്ചിട്ടുണ്ട്. നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. ഈ സൈഡ് വെച്ച് ഒരു 2 ഇഞ്ച് ഇറക്കിയിട്ടതിന് ശേഷം മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കണം. വേസ്റ്റ് അവിടുത്തെ ആ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ അതും തയ്ച്ച് തീർന്ന്. ഇനി നമുക്ക് അടിഭാഗം കാല് മടക്കി തയ്ക്കണം. അത് 2 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 1.5 ഇഞ്ചും മുകളിലെ വള്ളി വെക്കാനെടുത്ത് ആ വീതി തന്നെ എടുക്കണം. 1/2 ഇഞ്ച് അകത്തോട്ടും പിന്നെ 1.5 ഇഞ്ച് വെച്ച് അകത്തോട്ട് മടക്കി തയ്ക്കണം. അങ്ങനെ മൊത്തത്തിൽ 2 ഇഞ്ച്. അങ്ങനെ തയ്ച്ച് ഡബിൾ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട് അതിൻ്റെ. എന്നിട്ട് കാലിൻ്റെ അടിഭാഗം 6 ഇഞ്ചോ 7 ഇഞ്ചോ അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി കുറച്ച് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കുക. മൊത്തത്തിൽ ഇങ്ങേ അറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ കാലങ്ങ് കൂട്ടി യോജിപ്പിക്കുക. ഒരു ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുക. തയ്ച്ച് തീർന്ന് ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണ്ട വള്ളി തയ്ക്കാം. വള്ളിക്ക് നീളത്തിൽ നമ്മുടെ പാൻറ്റിൻ്റെ വേസ്റ്റിനെ കാട്ടി ഒരു 10 ഇഞ്ച് വീതം കൂടുതൽ എടുക്കണം. ശേഷം മടക്കി തയ്ക്കുക. ജോയിൻറ്റ് വരുവാണെങ്കിൽ കൂട്ടി പിന്നെ തയ്ച്ചതിന് ശേഷം ജോയിൻറ്റ് ചെയ്ത് വള്ളി തയ്ക്കണം. ഒന്ന് മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കണം. അപ്പം വള്ളി റെഡിയായി. ഇനി നമുക്ക് പിന്ന് വെച്ച് അകത്തോട്ട് ഇട്ട് കൊടുക്കാം പാൻറ്റിൻ്റെ. അങ്ങനെ പാൻറ്റെല്ലാം തയ്ച്ച് തീർന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.